24 വീക്ക് ബ്രേക്ക്. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘത്തിലെ 2 യുവതികൾ അറസ്റ്റിൽ. മോഡലിംഗ് എന്ന വ്യാജേന വിദേശത്തെത്തിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് എഫ്ഐആർ. മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായത് സിന്ധു, അലീന എന്നിവർ. നേരത്തെ ക്രിമിനൽ കേസിൽ അറസ്റ്റിലായ അലീനയ്ക്ക് ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമെന്നും പോലീസ് പറയുന്നു. ആൻ മരിയ സണ്ണി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആൻ മരിയെ, സംഭവം ഉണ്ടായത് എപ്പോഴാണ്? അതോടൊപ്പം തന്നെ എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിൽ പിടിയിലായിരിക്കുന്ന അലീനയെ ഇപ്പോൾ തന്നെ വൈദ്യപരിശോധനയ്ക്കായിട്ട് പുറത്തിറക്കും. മരട് പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അലീനയെ പിടികൂടുന്നത് മരടിലുള്ള ഒരു ഫ്ളാറ്റിൽ നിന്നുമാണ്. ഇനി പിടിയിലായിരിക്കുന്ന സിന്ധു, അവരെ മുംബൈയിൽ നിന്നുമാണ് പിടികൂടിയിരിക്കുന്നത്. അവരെ നാളെ നാട്ടിലെത്തിക്കും എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പിടിയിലായിരിക്കുന്ന അലീന എന്ന് പറയുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് പ്രകാരമാണ് എങ്കിൽ പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്: മോഡലിംഗിന്റെ വിദേശത്തേക്ക് മോഡലിംഗ് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവരെ വിദേശത്തെത്തിക്കും. അതിനുശേഷം വിദേശത്തെത്തിച്ചതിന് ശേഷം പെൺകുട്ടികൾക്ക് ലഹരി നൽകും. ലഹരി നൽകി അതിൽ മയക്കി കടത്തിയതിനു ശേഷം പലർക്കായിട്ട് പെൺകുട്ടികളെ കാഴ്ചവെക്കും. തുടർന്ന് ഈ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തും. പിന്നീട് പിറ്റേ ദിവസമായി കഴിയുമ്പോഴേക്കും ഈ ദൃശ്യങ്ങൾ കാണിച്ച് വീണ്ടും ഈ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി പലർക്കായിട്ട് കാഴ്ചവെക്കും. ഈ വിദേശത്തുണ്ടായിരുന്ന ഇവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട 3 പെൺകുട്ടികൾ നാട്ടിലേക്ക് തിരികെ എത്തി. തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ നൽകിയിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അലീന, സിന്ധു എന്നിവരെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭ്യമാകുന്നത്. ഇതിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന വൈദ്യപരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോകുന്ന അലീന ഇതിനു മുൻപും ക്രിമിനൽ കേസുകളിലൊക്കെ പിടിയിലായിട്ടുള്ള ആളാണ്. അതിൽ പോലീസ് പറയുന്നത് കൊച്ചിയിലുള്ള പല ഗുണ്ടാ സംഘങ്ങളുമായിട്ട് അലീനയ്ക്ക് ബന്ധമുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. ഇനി സിന്ധുവിനെ നാളെ കേരളത്തിലേക്ക് എത്തിക്കും. തുടർന്ന് കോടതിയിൽ ഹാജരാക്കും. മറ്റ് നടപടിക്രമങ്ങളിലേക്കും പോലീസ് കടക്കും. ഇനിയും കൂടുതൽ പ്രതികൾ കേസിൽ പിടിയിലാകാനായിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നു. അലീനയും സിന്ധുവും കേസിലെ ആദ്യ കണ്ണി മാത്രമാണ് എന്നുമാണ് പോലീസ് പറയുന്നത്. ഇന്ന് തന്നെ മറ്റ് അറസ്റ്റുകളിലേക്ക് കടക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനും അതോടൊപ്പം തന്നെ കൂടുതൽ പ്രതികളിലേക്കും കേസ് എത്തിക്കാനുമുള്ള നീക്കത്തിലാണ്. മോഡലിംഗിന്റെ മറവിലാണ് ഈ മനുഷ്യക്കടത്ത് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ പരാതിക്കാരെ യുവതിക്ക് പുറമെ സമാനമായ രീതിയിൽ കൂടുതൽ പെൺകുട്ടികൾ ഇവരുടെ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടോ? ഒപ്പം തന്നെ നിലവിൽ മറ്റാരെങ്കിലും പോലീസിനെ സമീപിക്കുകയോ മൊഴി നൽകുകയോ ചെയ്തിട്ടുണ്ടോ? പോലീസ് പറയുന്നത് ഇവർ ഇരകളായിരിക്കുന്ന അതായത് പരാതി നൽകിയിരിക്കുന്ന പെൺകുട്ടികളെ കൂടാതെ തന്നെ ഇനിയും മറ്റു പെൺകുട്ടികളും ഇതിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റു പരാതികളൊന്നും നിലവിൽ പോലീസിന് ലഭ്യമായിട്ടില്ല. കൂടുതൽ ഇരകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിൽ ഈ പരാതി നൽകിയിരിക്കുന്ന പെൺകുട്ടികൾ അത് വിദേശത്തിൽ നിന്നും നാട്ടിലേക്ക് അവർ രക്ഷപ്പെട്ടു. അതായത് ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടവർ നാട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. നാട്ടിലെത്തിയതിനു ശേഷമാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് അവർ പോലീസിനെ പരാതിയുമായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നീട് ഇവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. ഈ പിടിയിലായിരിക്കുന്ന അലീനയും സിന്ധുവും കൂടുതൽ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ എവിടെ നിന്നൊക്കെയുള്ള, അതായത് കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ മാത്രമാണോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കും ഇവരുടെ ഒരു റാക്കറ്റ് അത് വ്യാപിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നീക്കുന്നത്. നാളെ രാവിലെയോടുകൂടി തന്നെ നിലവിൽ അവിടുന്ന് മുംബൈയിൽ നിന്ന് പോലീസ് സംഘം സിന്ധുവുമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നാളെ രാവിലെയോടുകൂടി തന്നെ അവർ ഈ കേരളത്തിലേക്ക് എത്തിക്കും. അതായത് മരട് പോലീസ് സ്റ്റേഷനിലെത്തും. തുടർന്നായിരിക്കും കോടതിയിൽ ഹാജരാക്കുകയും മറ്റ് നടപടിക്രമങ്ങളിലേക്കും കടക്കുന്നത്. പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും പെൺകുട്ടികൾ ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പരാതികളുമായിട്ട് പെൺകുട്ടികൾ മുൻപോട്ടേക്ക് വരേണ്ടതുമായിട്ടുണ്ട്. നിലവിൽ ലഭിച്ചിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഈ 3 പെൺകുട്ടികൾ നൽകിയിരിക്കുന്ന പരാതി മാത്രമാണ് നിലവിൽ പോലീസിന്റെ പക്കലുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് അവർ നൽകിയ മൊഴികളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ എഫ്ഐആർ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് ലഹരി നൽകി മയക്കി കടത്തിയതിനു ശേഷമാണ് ഈ രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള ഉപദ്രവം നടത്തുകയും പിന്നീട് ഈ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി വീണ്ടും ഭീഷണിപ്പെടുത്തി വീണ്ടും ലൈംഗികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോകും. എന്തായാലും പോലീസിന്റെ അന്വേഷണം അത് വ്യാപിക്കുകയാണ്. പ്രവിധ. ശരി, ആൻ മരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘത്തിലെ 2 യുവതികളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മോഡലിംഗ് എന്ന വ്യാജേന വിദേശത്തെത്തിച്ചതിന് ശേഷമാണ് ലൈംഗികമായി ചൂഷണം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്കെതിരെ രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ പെൺകുട്ടികളാണ് പരാതി നൽകിയിരിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് പോലീസ്. വിവരങ്ങളാണ് ആൻ മരിയ സണ്ണി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.